ആരും കഴിക്കാണ്ട് വന്നപ്പം കുറേ ചെറുപഴം ഇതേപോലെ കറുകറാന്ന് അധികം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണല്ലേ, പഴം അധികം വരിക എന്നുള്ളത്. ആ ഒരു സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി. ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ഈ പഴം എല്ലാം കൂടെ എടുത്തു, അതായത് ഈ ഒത്തിരി കറുത്ത പഴം അധികം വന്നതെല്ലാം കൂടെ ഞാൻ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ശർക്കരയും കുറച്ച് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ശർക്കര പൗഡറാണ് ഞാനിട്ട്. നിങ്ങൾക്ക് ശർക്കര പൗഡറല്ല ശർക്കര ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് പൊടിച്ചിട്ട് നമുക്ക് ചേർക്കാനായിട്ട് പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ശർക്കര പാനിയാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഗ്യാസൊക്കെ കത്തിച്ച് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് അടിച്ച് എടുത്ത സാധനം നന്നായിട്ട് ഒഴിച്ച് അതിലേക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കണം. പഴവും ചക്കയൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ നമുക്ക് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലയപ്പവും അതേപോലെ തിരളിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ചീത്തയാവാണ്ട് തന്നെ ഇരിക്കും. പക്ഷേ വരട്ടി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ പഴം വെറുതെ നമ്മൾ കളയുന്നതിലും നല്ലല്ലേ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ വരട്ടിയെടുത്തിട്ട് അലുവയുടെ പരുവത്തിലാക്കി അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയല്ലേ പഴമൊക്കെ ആകുമ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പഴം കളയണ്ട, ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാമെന്ന്. ഇപ്പോൾ നമ്മുടെ പഴം വരട്ട് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടോ, വഴി പോലെ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു വരും. പിന്നെ കുറേ നേരം വീണ്ടും വഴറ്റിയതിന് ശേഷം ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട്, ആ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അതേപോലെ ഈർന്ന് തട്ടി വീഴും. അപ്പോൾ ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ബൗളെടുത്തിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇത് അതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈർന്ന് വീഴും. ഇതാണ് കറക്റ്റ് പരുവം. എന്നിട്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇലയിടയ്ക്ക് നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ തിരളിക്ക് ഫില്ലിങ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് കുഴച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തിരളിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കറുത്ത പഴങ്ങളൊന്നും കളയണ്ട, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ എടുക്കണം. ബൈ.